ഡോക്ടർ സാറയുടെ അടുത്തേക്ക് ചെക്കിങ്ങിനായി പോവുകയാണ് പ്രഗ്നൻ്റായ എറിൻ. പരിശോധനയ്ക്ക് ശേഷം സാറ എറിനോട് അവൾക്ക് അബോർഷനായെന്നും പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല എന്നും പറയുകയാണ്. ഇത് കേട്ട് വിഷമത്തോടെ ഇരിക്കുകയാണ് എറിൻ. അവളുടെ ബ്ലഡ് സാമ്പിൾ എടുത്ത ഡോക്ടർ സാറ അത് മെയിൻലാൻഡിലുള്ള സിറ്റി ഹോസ്പിറ്റലിലേക്ക് അയക്കാമെന്നും എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാമെന്നും പറയുന്നു. അവിടെ നിന്നും വിഷമത്തോടെ പോകുന്ന എറിൻ നേരെ റെയിലിയുടെ അടുത്തേക്ക് പോവുകയും തൻ്റെ കുഞ്ഞ് മരിച്ചു പോയെന്ന് പറഞ്ഞ് വിഷമിക്കുകയും ചെയ്യുകയാണ്. റെയിലി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആ സീൻ അവിടെ കട്ടാവുന്നു. ദ്വീപിൽ ഏത് സമയവും മദ്യപിച്ചു നടന്നിരുന്ന ഇയാൾ ഇന്നൊരു തുള്ളി പോലും മദ്യപിക്കാതെ നടക്കുന്നത് കാണുകയാണ് ഷെരീഫ്. മദ്യപാനം ഉപേക്ഷിക്കാനെടുത്ത തീരുമാനത്തിൽ അയാളെ ഷെരീഫ് അഭിനന്ദിക്കുകയും ചെയ്യുന്നു. വീടിനകത്ത് തന്നെ ഇരിക്കുന്ന ഫാദർ എന്തൊക്കെയോ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയാണ്. രക്തത്തിനോട് അടങ്ങാത്ത ദാഹം തോന്നുന്ന ഫാദർ അയാളുടെ കൈ തന്നെ മുറിവാക്കി അതിൽ നിന്നും രക്തം കുടിക്കുന്നത് കാണിക്കുന്നു. രാത്രിയിൽ ഫാദർ ഡോക്ടർ സാറയുടെ അമ്മയെ കാണാനായി പോവുകയാണ്. അവരിപ്പോൾ പണ്ടത്തെക്കാളും ചെറുപ്പമായി കാണപ്പെടുന്നു. കണ്ണിന്റെ കാഴ്ചയെല്ലാം തിരിച്ചു കിട്ടിയ സാറയുടെ അമ്മ ഫാദറിനെ കണ്ടതും ഇത് നീയാണോ, എങ്ങനെയാണ് നിനക്ക് വീണ്ടും യൗവനം ലഭിച്ചതെന്ന് ചോദിക്കുകയാണ്. എന്താണെന്നാൽ ഫാദറും ആ ലേഡിയും ചെറുപ്പം മുതൽ തന്നെ ആ ദ്വീപിൽ ഒരുമിച്ചുണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഫാദർ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നെന്ന് ആ ലേഡിക്ക് നന്നായി അറിയാമായിരുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ മാലാഖയുടെ ശക്തി കൊണ്ട് സംഭവിച്ചതാണെന്ന് പറയുകയാണ് ഫാദർ. അതിനുശേഷം അവർ രണ്ടുപേരും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം വീട്ടിലെത്തിയ ഫാദറിന് വീണ്ടും ദാഹം അനുഭവപ്പെടുകയാണ്. ഈ സമയം ഫാദറിൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ് മദ്യപാനി ആയിരുന്നയാൾ. ഫാദർ, ഒരു കാര്യം അറിയാമോ, ഞാൻ ഇന്നൊരു തുള്ളി പോലും മദ്യപിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അയാൾ. ഇത് കേട്ടതും ഫാദർ അയാളെ സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷവും പിടിവിടാതെ നിൽക്കുകയാണ് ഫാദർ. പെട്ടെന്ന് അയാളെ തള്ളിമാറ്റുമ്പോൾ പിറകിലോട്ട് വീണ അയാളുടെ തല ടേബിളിൽ ഇടിച്ച് താഴെ വീഴുന്നു. തലയിലേറ്റ ആ മുറിവ് മൂലം രക്തമൊലിപ്പിച്ച് അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയാണ് അയാൾ. അയാളുടെ ശരീരത്തിൽ നിന്നും വരുന്ന ചൂട് രക്തം കണ്ടതും ഫാദറിന് വീണ്ടും ദാഹം അനുഭവപ്പെടുകയാണ്. നിലത്ത് മുട്ടുകുത്തിയിരിക്കുന്ന ഫാദർ ആ രക്തം മുഴുവൻ കുടിക്കാൻ ആരംഭിക്കുന്നു, രക്തക്കൊതിയനായ ഒരു വാമ്പയറിനെ പോലെ. അടുത്ത ദിവസം രാവിലെ എല്ലാവരും ചർച്ചിലേക്ക് പ്രാർത്ഥനയ്ക്കായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷെരീഫിന്റെ മകൻ എനിക്കും ചർച്ചിലേക്ക് പോകണം, എൻ്റെ കൂട്ടുകാരെല്ലാം പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് ചർച്ചിലേക്ക് പോവാൻ നിൽക്കുകയാണ്. അവനെ പറഞ്ഞു തിരുത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലായ ഷെരീഫ് അവനോട് എന്തെങ്കിലും ചെയ്യ് എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ചർച്ചിലെത്തിയ എല്ലാവരും അവിടെ ഫാദറിനെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഒരുപാട് നേരം കാത്തിരുന്നിട്ടും ഫാദർ ചർച്ചിലേക്ക് വരുന്നില്ല എന്ന് കണ്ടതും ബേവ് അന്വേഷിക്കാനായി ഫാദറിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെത്തുന്ന ബേവ് വീടിന്റെ ഒരു കോർണറിൽ മുഖത്തെല്ലാം രക്തപ്പാടായി ഇരിക്കുന്ന ഫാദറിനെയാണ് കാണുന്നത്. തൊട്ടപ്പുറത്തായി മരണപ്പെട്ടു കിടക്കുന്ന മദ്യപാനിയായ വ്യക്തിയുടെ ശവശരീരവും കാണുകയാണ്. ഒരു നിമിഷം പകച്ചുപോയ ബേവ് നേരെ ഫാദറിന്റെ അടുത്ത് വന്ന് ഇതിനെക്കുറിച്ചോർത്ത് വിഷമിക്കേണ്ട, നമുക്ക് ഈ കാര്യം എങ്ങനെയെങ്കിലും മറച്ചു വെക്കാം, ഇപ്പോൾ നിങ്ങൾ കുളിച്ചു വേഗം ചർച്ചിലേക്ക് വരാൻ തയ്യാറാവൂ എന്ന് പറയുകയാണ്. ഈ സമയത്താണ് ഫാദർ ഒരു കാര്യം ബേവിനോട് പറയുന്നത്. എനിക്ക് വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങാനേ സാധിക്കുന്നില്ല. സൂര്യപ്രകാശം എൻ്റെ ദേഹത്ത് തട്ടുമ്പോൾ തന്നെ ദേഹം മുഴുവൻ കത്തിപ്പിടിക്കുന്നത് പോലെ അനുഭവപ്പെടുകയാണ് എന്ന് പറഞ്ഞു. ഫാദറിന്റെ കൈ സൂര്യപ്രകാശത്തിൽ കാണിക്കുന്നതും ചൂടായി പുക വരുന്നത് പോലെ കാണിക്കുന്നു. അവിടെ നിന്നും ചർച്ചിലേക്ക് പോകുന്ന ബേവ് ഫാദറിന് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് ഇന്ന് വരാതിരുന്നത്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞ ശേഷം ഫാദറിനെ കുറിച്ച് അറിയുന്ന ആ കുറച്ചാളുകളെ വിളിച്ച് അവിടെ നിന്നും ഫാദറിന്റെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ് ബേവ്. മേയറും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ ശവശരീരം വേറെ ആരും തന്നെ അറിയാതെ ഈ ദ്വീപിന് പുറത്ത് എവിടെയെങ്കിലും സംസ്കരിക്കണം എന്ന് പറയുകയാണ് ബേവ്. എന്നാൽ ആ അഭിപ്രായത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് മേയർ. നോക്കൂ മേയർ, ഫാദർ കാരണത്താലാണ് നിന്റെ മകൾ ലിസ വീണ്ടും നടക്കാൻ ആരംഭിച്ചത്. ഇപ്പോൾ ഈ വിഷയം പുറത്തറിഞ്ഞ് ഫാദറിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയാൽ നിന്റെ മകൾ വീണ്ടും വീൽചെയറിൽ തന്നെയാവും എന്ന് ബേവ് പറയുമ്പോൾ ഭയന്നു പോവുകയാണ് മേയർ. അങ്ങനെ അയാളും ആ കാര്യം മറച്ചു വെക്കാൻ തീരുമാനിക്കുന്നു. ആ സീൻ അവിടെ കട്ടാവുന്നു. ദ്വീപ് വിട്ട് പുറത്തെ മെയിൻലാൻഡിലേക്ക് പരിശോധനയ്ക്കായി പോവുകയാണ് എറിൻ. അവിടെ ഹോസ്പിറ്റലിൽ പോയി അബോർഷനായതിൻ്റെ റീസൺ എന്താണെന്ന് പരിശോധിക്കുന്നു. എന്നാൽ ടെസ്റ്റിന് ശേഷം അവളുടെ അടുത്തെത്തുന്ന ഡോക്ടർ അവൾ പ്രഗ്നൻ്റ് ഒന്നുമായിട്ടില്ല, അതിൻ്റെ ഒരു സിംറ്റംസും കാണുന്നില്ല എന്നെല്ലാം പറയുകയാണ്. എന്നാൽ ദ്വീപിലുള്ള ഡോക്ടർ സാറ അവൾ പ്രഗ്നൻ്റ് ആണെന്ന് പിന്നെ എന്തിനാണ് പറഞ്ഞത് എന്നെല്ലാം ആലോചിക്കുകയാണ് എറിൻ.
ഈ സമയം ദ്വീപിൽ എറിൻ്റെ ബ്ലഡ് സാമ്പിൾസ് എടുത്തു വെച്ച സാറ അതിലേക്ക് വെയിൽ തട്ടുമ്പോൾ ആവിയായി മാറുന്നത് ശ്രദ്ധിക്കുന്നു. ഇതിനെല്ലാം കാരണം എന്താണെന്ന് സാറയ്ക്ക് മനസ്സിലാവുന്നില്ല. മദ്യപാനികൾക്ക് വേണ്ടി റെയ്ലിയും ഫാദറും നടത്തിക്കൊണ്ടിരുന്ന ക്ലാസ്സിന് വേണ്ടി മരണപ്പെട്ട കുടിയനായ ആ വ്യക്തി വരുന്നതും കാത്തിരിക്കുകയാണ് അവർ. എന്നാൽ ഏറെ നേരം കാത്തിരുന്നിട്ടും അയാൾ വരുന്നത് കാണാതെയായപ്പോൾ റെയ്ലി ഫാദറിനോട് അയാൾ എവിടെ പോയെന്ന് അന്വേഷിക്കുകയാണ്. ഈ സമയം ഫാദർ അയാൾ സിറ്റിയിലുള്ള അയാളുടെ സഹോദരിയെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണെന്ന് പറയുന്നു. ഇത് കേട്ടതും റെയ്ലിക്ക് ഫാദറിൽ ഒരു സംശയം തോന്നുകയാണ്. എന്താണെന്നാൽ അയാളുടെ സഹോദരി മരണപ്പെട്ടുവെന്നും എന്നിട്ടു പോലും അയാൾ കാണാനായി പോയില്ല എന്നെല്ലാം റെയ്ലിയോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഫാദർ പറയുന്ന ഒരു കള്ളമാണെന്ന് റെയ്ലിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ സംശയത്തോടെ തന്നെ അവൻ അവിടെ നിന്നും പോകുന്നു. റെയ്ലി പോയതും ആ മോൺസ്റ്റർ ഫാദറിൻ്റെ അങ്ങോട്ട് വരികയാണ്. അത് വന്നതും അവിടെയുള്ള ഒരു ബോട്ടിലിൽ അതിൻ്റെ രക്തം നിറയ്ക്കാൻ ആരംഭിക്കുകയാണ്. ഈ സമയം റെയ്ലിയിൽ സംശയം അധികമാവുന്നു. എന്ത് തന്നെയാണെങ്കിലും അത് ഫാദറിനോട് ഓപ്പണായി ചോദിക്കാമെന്ന് മനസ്സിലുറപ്പിച്ച് ഫാദറിൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു നടക്കുകയാണ് റെയ്ലി. എന്നാൽ അവിടെ എത്തുന്ന റെയ്ലി കാണുന്നത് ഫാദറിൻ്റെ വീടിനുള്ളിൽ ബോട്ടിലിൽ രക്തം നിറച്ചു കൊണ്ടിരിക്കുന്ന മോൺസ്റ്ററിനെയാണ്. ഇത് കണ്ടതും ഭയന്നുപോയ റെയ്ലി അവിടെ നിന്നും പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ റെയ്ലിയെ കണ്ട മോൺസ്റ്റർ അവൻ്റെ ദേഹത്തേക്ക് ചാടി വീഴുകയും അവനെ കടിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. ഇത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഷെരീഫിനോടൊരു പരാതി പറയാനായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് ഒരു ലേഡി. സീരീസിൻ്റെ തുടക്കത്തിൽ മയക്കുമരുന്ന് സപ്ലൈ ചെയ്യുന്ന ഒരാളെ രാത്രിയിൽ അവിടെയുള്ള പഴയ ഒരു വീട്ടിൽ നിന്നും ഒരു ജീവി പിടിച്ചു കൊണ്ടുപോകുന്നത് കാണിച്ചിരുന്നു. അതും ചെയ്തത് ആ മോൺസ്റ്റർ തന്നെയാണ്. അയാളെ ഇപ്പോൾ കാണാനില്ലെന്ന് പറഞ്ഞ് പരാതിയുമായി വന്നിരിക്കുകയാണ് അയാളുടെ സഹോദരി. അവിടെ നിന്നും ആ ലേഡി പോകുന്നതും അവിടേക്ക് വരുന്ന എറിൻ റെയ്ലിയെയും കാണാനില്ല, അവൻ എവിടെ പോയെന്നും മനസ്സിലാവുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ഒരു പരാതി നൽകുകയാണ്. നമുക്ക് അന്വേഷിക്കാം, തീർച്ചയായും അവരെ കണ്ടെത്താനാവും എന്ന് ഷെരീഫ് അതിന് മറുപടിയും നൽകുന്നു. ദ്വീപിലെ ചർച്ചിൽ ദുഃഖവെള്ളിയാഴ്ചയിൽ നടക്കാറുള്ള കുർബാനയ്ക്കായി അവിടെയുള്ളവരെല്ലാം ഒത്തുകൂടുകയാണ്. എന്നാൽ രാവിലെ പുറത്തിറങ്ങാൻ സാധിക്കാത്ത ഫാദർ അങ്ങോട്ട് എത്തുന്നില്ല. ഈ സമയം അവിടെ എത്തുന്ന ബേവ് ഇനി മുതൽ കുർബാന രാത്രി മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ സീരീസിൻ്റെ പേര് പോലെ മിഡ് നൈറ്റ് മാസ് ആയിരിക്കും ഉണ്ടാകുക എന്ന് അവിടെ വന്ന വിശ്വാസികളോട് പറയുകയാണ് ബേവ്. അങ്ങനെ ഈവനിങ് ടൈം ആവുകയും വെയിലെല്ലാം പോവുകയും ചെയ്യുന്നു. കുർബാനയ്ക്കായി അവിടെ ഒത്തുകൂടുകയാണ് വിശ്വാസികൾ. ഈ സമയം റെയ്ലിയുടെ വിയോഗത്തിൽ വിഷമിച്ച് അവൻ എന്താണ് സംഭവിച്ചിരിക്കുക എന്ന് ആലോചിച്ച് കിടക്കുകയാണ് എറിൻ. പെട്ടെന്ന് എറിൻ്റെ കഥയിൽ ആരോ തട്ടുന്ന ശബ്ദം കേൾക്കുന്നു. തുറന്നു നോക്കുന്ന എറിൻ കാണുന്നത് റെയ്ലിയെയാണ്. നീ എവിടെയായിരുന്നു ഇത്രയും നേരമെന്ന് എറിൻ ചോദിക്കുമ്പോൾ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എൻ്റെ കൂടെ വരണമെന്ന് മറുപടി പറയുകയാണ് റെയ്ലി. ഒരു സംശയത്തോടെ ആണെങ്കിലും അവൻ്റെ കൂടെ പോവുകയാണ് എറിൻ. എറിനെയും കൂട്ടി അവൻ ബീച്ച് സൈഡിലേക്ക് പോവുകയാണ്. അവിടെ എത്തുന്ന അവർ ഒരു ചെറിയ വഞ്ചിയെടുത്ത് കടലിന് നടുവിലേക്ക് തുഴഞ്ഞു പോകുന്നു. ദ്വീപിൽ നിന്നും തുഴഞ്ഞ് കടലിൻ്റെ ആഴങ്ങളിലേക്ക് എത്തുന്നതും റെയ്ലി സംസാരിക്കാൻ ആരംഭിക്കുന്നു. നിനക്ക് ഈ നക്ഷത്രങ്ങളെല്ലാം കാണുമ്പോൾ എന്താണ് തോന്നുന്നതെന്ന് ചോദിക്കുകയാണ് റെയ്ലി. അത് വെറും നക്ഷത്രങ്ങൾ മാത്രമല്ലേ എന്നതിന് മറുപടി പറയുന്ന എറിനോട് ഒരിക്കലും അത് വെറും നക്ഷത്രങ്ങൾ മാത്രമല്ല, ആ നക്ഷത്രങ്ങളിൽ എല്ലാം ഒരുപാട് എനർജിയുണ്ട്. ആ എനർജിയെല്ലാം ഭൂമിയിലേക്ക് വരുന്നുണ്ട്. ഇവിടെയുള്ളവരെല്ലാം അതുപോലെ ഒരു എനർജി മാത്രമാണ്. എല്ലാ എനർജിയെയും മറ്റൊന്നിനോട് കണക്റ്റഡ് ആണ് എന്നെല്ലാം എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് റെയ്ലി. റെയ്ലി, നിനക്ക് എന്താണ് സംഭവിച്ചത്, നീ എങ്ങോട്ടാണ് പോയത് എന്നെല്ലാം എറിൻ ചോദിക്കുമ്പോൾ റെയ്ലി നടന്ന കാര്യങ്ങളെല്ലാം എറിനോട് വിശദീകരിക്കുന്നു. കള്ളം കുടിച്ച് നടന്നിരുന്ന ആ വ്യക്തി അയാളുടെ സഹോദരിയെ കാണാൻ പോയിരിക്കുകയാണെന്ന് ഫാദർ പറഞ്ഞ കള്ളത്തെക്കുറിച്ച് ഫാദറിനോട് തന്നെ ചോദിക്കാനായി തിരിച്ചു പോകുന്ന റെയ്ലി കാണുന്നത് ഫാദറിനൊപ്പം പള്ളിയിലിരിക്കുന്ന മോൺസ്റ്ററിനെയാണ്. അവിടെ നിന്നും രക്ഷപ്പെടാൻ റെയ്ലി ശ്രമിക്കുന്നുണ്ടെങ്കിലും മോൺസ്റ്റർ അവനെ ആക്രമിക്കുകയും ഫാദറിനെ ചെയ്ത പോലെ മോൺസ്റ്ററിന്റെ ബ്ലഡ് റെയ്ലിയുടെ ശരീരത്തിലേക്കും കടത്തിവിടുകയും ചെയ്യുന്നു. അവിടെ ബോധം പോകുന്ന റെയ്ലി അടുത്ത ദിവസമാണ് കണ്ണു തുറക്കുന്നത്. ഒരു ക്ഷീണത്തോടെ എണീറ്റ് അവൻ ചുറ്റുപാടും നോക്കുമ്പോൾ ഫാദർ അവിടെ തന്നെയുണ്ടായിരുന്നു. അവനോട് സംസാരിക്കാൻ തയ്യാറായിരിക്കുകയാണ് ഫാദർ. എന്നാൽ ഓൾറെഡി ഭയന്നു പോയിരുന്ന റെയ്ലി എനിക്ക് പോകണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവൻ്റെ ദേഹത്ത് വെയിൽ തട്ടിയതും തീ പിടിച്ചതുപോലെ എരിയാനും പുകയാനും ആരംഭിക്കുകയാണ്. അവൻ്റെ പിറകെ വന്ന ഫാദർ പിടിച്ച് അകത്തേക്ക് കയറ്റി വാതിലടയ്ക്കുന്നു. റെയ്ലിയോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞ ശേഷം ഫാദർ സത്യങ്ങളെല്ലാം റെയ്ലിയോട് പറയാൻ ആരംഭിക്കുന്നു.
ശരിക്കും ഞാൻ തന്നെയാണ് പഴയ പാസ്റ്റർ. ആ ഏഞ്ചലിന്റെ രക്തം എൻ്റെ ശരീരത്തിൽ കലർന്നതുകൊണ്ടാണ് എനിക്ക് വീണ്ടും യൗവനം തിരികെ ലഭിച്ചത്. ഇപ്പോൾ അതേ ശക്തി നിനക്കും ലഭിച്ചിരിക്കുകയാണ്. അത് ദൈവം നിന്നെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് എന്നെല്ലാം ഫാദർ റെയ്ലിയോട് സംസാരിക്കുകയാണ്. എന്നാൽ റെയ്ലിക്ക് ഫാദർ പറയുന്നത് ഒന്നും തന്നെ അംഗീകരിക്കാനാവുന്നില്ല. ആ മദ്യപാനിയായ ആൾക്ക് എന്താണ് സംഭവിച്ചത്? അയാളുടെ സഹോദരി ഒരുപാട് നാൾക്ക് മുൻപ് തന്നെ മരണപ്പെട്ടിരുന്നു. പിന്നെന്തിനാണ് ഫാദർ കള്ളം പറഞ്ഞത്? അയാൾ എവിടെയാണെന്നെല്ലാം ചോദിക്കുകയാണ് റെയ്ലി. ഈ സമയം ഫാദർ, ഞാൻ അയാളെ കൊന്നത്, അയാളുടെ രക്തം ഞാൻ കുടിച്ചു എന്ന് ഒരു കുറ്റബോധവുമില്ലാതെ പറയുകയാണ്. നീ എന്താണ് ചെയ്തതെന്ന് നിനക്കറിഞ്ഞൂടെ? ഇത്രയും മോശം പ്രവൃത്തികൾ ചെയ്തിട്ടാണോ ദ്വീപിലുള്ളവരുടെ മുൻപിൽ നീ നല്ലവനായി അഭിനയിച്ചത് എന്നെല്ലാം ദേഷ്യത്തോടെ റെയ്ലി പറയുന്നു. ഇതെല്ലാം കേട്ട ഫാദർ റെയ്ലിയെ ഒരു ചെയറിൽ ഇരുത്തിയ ശേഷം ബേവിനെ അങ്ങോട്ട് കൊണ്ടുവരികയാണ്. ബേവ് അടുത്തേക്ക് വരുന്നതും അവളുടെ ശരീരത്തിലെ രക്തത്തിന്റെ സ്മെൽ റെയ്ലിക്ക് ലഭിക്കുന്നു. അവളെ കൊന്ന് രക്തം കുടിക്കാനായി അവന്റെ ഉള്ളിൽ നിന്നും ആരോ പറയുന്നത് പോലെ പെട്ടെന്ന് ചാടിയണീറ്റ് അവളെ കൊല്ലാൻ ശ്രമിക്കുകയാണ് റെയ്ലി. അവനെ പിടിച്ചു നിർത്തിയ ശേഷം ഫാദർ സംസാരിക്കാൻ ആരംഭിക്കുന്നു. കണ്ടോ, ഇപ്പോൾ നിനക്കും അവളെ കൊല്ലാൻ തോന്നിയില്ലേ? അതുപോലെയാണ് എനിക്കും സംഭവിച്ചത്. ഇതിനൊരു പരിഹാരം എന്താണെന്നാൽ നമ്മളെപ്പോലെ തന്നെ ബാക്കിയുള്ള ജനങ്ങളെയും മാറ്റിയെടുക്കണം. അതിനുവേണ്ടിയാണ് ചർച്ചിലെ കമ്മ്യൂണിറ്റി വൈനിൽ ഞാൻ രക്തം കലർത്തി ആളുകൾക്ക് നൽകുന്നത്. അത് കുടിച്ച ശേഷം നമ്മുടെ ജനങ്ങളെല്ലാം ആരോഗ്യവാന്മാരായി മാറാൻ ആരംഭിച്ചു. ഇതുപോലെ എല്ലാവരെയും മാറ്റിയെടുത്ത് ദൈവത്തിന് നമ്മൾ നന്ദി കാണിക്കണം. നീ ആലോചിച്ച ശേഷം പറയൂ എന്ന് പറയുകയാണ് ഫാദർ. അങ്ങനെ ഈവനിങ് ആയതും റെയ്ലി അവിടെ വിട്ട് പുറത്തേക്ക് വരുന്നു. നേരെ പോയി എറിനെ മീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് അവളെയും കൂട്ടി വഞ്ചിയിൽ കടലിലേക്ക് പോയത്. ഈ കാര്യങ്ങളെല്ലാം റെയ്ലി എറിനോട് സംസാരിക്കുകയാണ്. എന്നാൽ അവൻ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ എറിൻ വിശ്വസിച്ചിരുന്നില്ല. ഇത് മനസ്സിലാക്കിയ റെയ്ലി, എനിക്കറിയാം ഞാൻ പറഞ്ഞതൊന്നും നിനക്ക് വിശ്വാസമായിട്ടില്ല എന്ന്. എന്നാൽ കുറച്ച് സമയത്തിനുള്ളിൽ നിനക്ക് തന്നെ അതെല്ലാം സത്യമാണെന്ന് മനസ്സിലാവും. ഞാനിതെല്ലാം നിന്നോട് പറയുന്നത് എന്താണെന്നാൽ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. നീയെങ്കിലും ഈ ദ്വീപ് വിട്ട് രക്ഷപ്പെടൂ എന്നെല്ലാം എറിനോട് പറയുകയാണ് റെയ്ലി. പെട്ടെന്ന് അവിടെ സൂര്യൻ ഉദിക്കാൻ ആരംഭിക്കുകയാണ്. ആ വെയിൽ റെയ്ലിയുടെ ശരീരത്തിൽ തട്ടിയതും അവന്റെ ശരീരം കത്തിയെരിഞ്ഞ് ഇല്ലാതാവുകയാണ്. ഒരു മോൺസ്റ്ററായി ജീവിക്കുന്നതിലും നല്ലത് മരണമാണെന്ന് വിശ്വസിച്ച റെയ്ലി അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയാണ്. ഇതെല്ലാം കണ്ട് ഭയന്ന് നിലവിളിക്കുകയാണ് എറിൻ. ഒരുപാട് സങ്കടത്തോടെ അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണെന്ന് എറിൻ മനസ്സിലാക്കുന്നു. ഇത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുന്നു.